അപ്പൊ നമുക്ക് നോക്കാല്ലേ? തനിക്ക് കോണ്ട് സാറേ എടുത്തോണ്ട് വാ. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പന്റെ. നീ വിട്ടു, ഇത് എനിക്കുള്ള പണി. സർക്കാർ സംവിധാനങ്ങൾ, വനം മന്ത്രി, അദ്ദേഹത്തിന്റെ വകുപ്പ് തൊട്ടിങ്ങോട്ട് ജില്ലാ ഭരണകൂടം വരെ അട്ടർ പരാജയമാണ്. ആരംഭത്തിൽ അപമാനം ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? നാട്ടിലൊരു മന്ത്രിയില്ലേ, കേന്ദ്രത്തിനെതിരെ പ്രമേയം പ്രമേയം എന്ന് മന്ത്രം പോലെ പറയുന്നതല്ലാതെ പറ്റില്ല. എന്തർത്ഥത്തിലാ ഇവന്റെ വക്കാലത്ത് പിടിച്ച് പറയുന്നത്? അതെ, എനിക്കറിയണം. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ശാശ്വത പരിഹാര ക്രിയകളുടെ കണക്കെടുത്താൽ ഉത്തരം അനാസ്ഥയുടെ ആനമൊട്ട. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങള് വീരശൂര പരാക്രമി തന്നെ. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈറ്റിങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യം. പാർട്ടി പരിപാടികൾക്കടക്കം പലയാവർത്തി അവിടെ പോകുന്നതുമാണ്. എന്നിട്ടും അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഒരു നരഭോജിക്കടുവ മുക്കാലും തിന്നുകുന്നു കളഞ്ഞൊരു ചെറുപ്പക്കാരൻ ക്ഷീരകർഷകന്റെ വീട്ടിൽ മാസം 2 ആകുമ്പോഴും ഒന്ന് പോകാൻ മനസാക്ഷിയില്ലെങ്കിൽ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട, ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധി. അതെങ്ങനെ ഇലക്ഷൻ വരുമ്പോ നമ്മളെ വേണം, അത് കഴിഞ്ഞാൽ ഒരുത്തന് നമ്മളെ തിരിഞ്ഞു. പ്രാണഭയത്തിൽ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് വെറുതെയെങ്കിലും ഒന്ന് പറയാനുള്ള സമയമില്ലെങ്കിൽ വനം മന്ത്രി താങ്കൾ രാജിവെച്ചൊഴിയണം. എന്നിട്ട് താരം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.